കൂടെയല്ല നിൽക്കേണ്ടത്, ഹക്കിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. കാരണം വ്യക്തികളുടെയോ സംഘങ്ങളുടെയോ കൂടെ നിൽക്കുന്നവർ വ്യക്തികൾ പിഴയ്ക്കുമ്പോൾ അവരും പിഴക്കും, സംഘങ്ങൾ പിഴയ്ക്കുമ്പോൾ അവരും പിഴച്ചു പോകും. എന്നാൽ ഹക്കിന്റെ കൂടെ നിൽക്കുന്നവർ എന്നും ഹക്കിന്റെ കൂടെയാണ്. കാരണം ഹക്ക് മാറി മറയൂല. ഹക്ക് എന്നും ഒന്നേ ഉള്ളൂ, അതിന് മാറ്റമില്ല. വ്യക്തികൾ മാറിയേക്കാം. കഴിഞ്ഞ വർഷത്തെ ആദർശമായിരിക്കില്ല ഒരുപക്ഷെ ഈ വർഷത്തെ ആദർശമായിരിക്കില്ല ഒരു വ്യക്തിയുടെ ആദർശം അടുത്ത വർഷം. പല ആളുകളും പിഴച്ചു പോകാനുള്ള കാരണം അവർ അവരുടെ മനസ്സിനെ ബന്ധിപ്പിച്ചത് വ്യക്തികളുമായിട്ടാണ്. അവരെങ്ങോട്ട് മാറി, അവരുടെ കൂടെ അവരും മാറി. അവിടെ അവർ ഹക്ക് നോക്കിയില്ല, പ്രമാണം നോക്കിയില്ല, മറിച്ച് ആളുകളുടെ കൂടെ കൂടി. അപ്പോൾ അവർ മാറിയപ്പോൾ അവരും മാറി. എന്നാൽ ഹക്കിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, അവർക്ക് പതർച്ചയുണ്ടാവുകയില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന വാർത്ത വ്യാപിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം, ആരാണ് ഉമർ നമുക്കറിയാം, ഹക്കിന്റെ കാര്യത്തിൽ അത്രയും വഖഫായ ഒരു വ്യക്തിത്വത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അത്രയും ശക്തനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞുപോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഞാൻ ശരിയാക്കും, നബി മരിച്ചിട്ടൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ സമയത്ത് വേറെയും സഹാബികൾ പതറിപ്പോയി. ഈ പതറിപ്പോയ സന്ദർഭത്തിലും നമുക്ക് കാണാൻ കഴിയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു അക്ഷരം ആരോടും മിണ്ടിയില്ല. പലരും പല നിലക്കും സംസാരിക്കുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഷാകുലനായി നിൽക്കുന്നുണ്ട്. അതൊന്നും പരിഗണിക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ വന്ന് നബിയുടെ മുഖത്തേക്ക് നോക്കി, നബിയുടെ നെറ്റിയിൽ ചുംബിച്ചു. താങ്കൾ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും കാണാൻ എന്ത് ഭംഗി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ശേഷം അദ്ദേഹം ആരോടും സംസാരിക്കാതെ മിമ്പറിൽ കയറിയിട്ട് ഹംദും സ്വലാത്തും പറഞ്ഞതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ വാക്ക് കേട്ടോളൂ. അദ്ദേഹം പറയുകയാണ്, അലാ മൻ കാന യഅ്ബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പതറുന്നതിന് ന്യായമുണ്ട്, കാരണം നിങ്ങൾ നബിയെ ആരാധിച്ചതാണെങ്കിൽ. അതല്ല, വമൻ കാന യഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്തിരുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരണമില്ല. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകളെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി, പതറി. അള്ളാഹു ആയത്തിറക്കി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂൽ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അതിനു മുമ്പും റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബതും അലാ അഖാബികും, മുഹമ്മദ് നബി മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ? നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രവാചകന്മാർ അത് എത്തിച്ചു തരുന്ന സന്ദേശവാഹകന്മാർ മാത്രമാണ്. പതറാൻ പാടില്ല. അപ്പോൾ ഹക്കിനെ മുറുകെ പിടിക്കുന്നവർ പതറുകയില്ല, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവർ പതറുകയില്ല. എന്നാൽ ജനങ്ങളെ ചുറ്റിപ്പറ്റി മാത്രമാണ് നമ്മുടെ നിലപാടെങ്കിൽ അവരുടെ ചില ആളുകൾ മരിച്ചാൽ തന്നെ ദീനിന്ന് പുറകോട്ട് പോകുന്നത് കാണാം. അവർ നാട്ടിൽ നിന്ന് പോയാൽ ദീനിന്ന് പുറകോട്ട് പോകുന്നത് കാണാം. ചില ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ അവർ ദീനീപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മറ്റും മാറി നിൽക്കുന്നത് കാണാം. ഓരോരുത്തരും വ്യത്യസ്ത താല്പര്യങ്ങളിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ മനസ്സ്. അതിൽ നിന്ന് പൊട്ടിക്കണം. കാരണം അതൊക്കെ മനുഷ്യനെ ദുർബലനാക്കും. അതൊക്കെ ദുർബലമായ ചെങ്ങലകളാണ്. മറിച്ച് നമ്മുടെ ഹൃദയത്തെ നമ്മുടെ റബ്ബുമായി ബന്ധിപ്പിക്കണം.